അത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ പുലാവാണ്. അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു 2 ഉരുളക്കിഴങ്ങ്, ഒരു 200 ഗ്രാം സോയാബീന്, അത് നന്നായിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് പിഴിഞ്ഞെടുത്ത് കട്ട് ചെയ്തതാണ്, ഒരു 50 ഗ്രാം ബീൻസ്, ഒരു ക്യാരറ്റ്, 2 സവാള, 2 തക്കാളി, കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് ആവശ്യമായ മസാല: ഇത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഒരു 3-4 അല്ലി ചെറിയുള്ളി, എല്ലാതും കൂടി ഒന്ന് ചതച്ചെടുത്തതാണിത്. ഇനി നമുക്ക് നമ്മളെ റൈസ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു 2-3 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യാണ്. നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമില്ലാന്നാണെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. ഞാൻ നെയ്യാണ് ഇട്ടിട്ടുള്ളത്. നെയ്യാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 1 നുള്ള് വലിയ ജീരകം, കുറച്ച് ഉഴുന്നാണിത്, ഒരു 2 ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കുക. ഉഴുന്നും ജീരകവും നന്നായിട്ട് പൊട്ടി വരട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് വെക്കണം കേട്ടോ. ഉണക്കമുന്തിരി നട്ട്സ് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അതും ഇടാം. ഞാൻ വെറും ഉണക്കമുന്തിരിയാണ് ഉള്ളത്. നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഉഴുന്ന് ഉണക്കമുന്തിരിയൊക്കെ നന്നായിട്ട് ആയി വരുമ്പോൾ ഇതിലേക്ക് 2 കണ്ട കറിവേപ്പില, ഉഴുന്ന് നന്നായിട്ട് മൂത്ത് വന്നോട്ടെ. എന്നിട്ട് നമുക്കിതിലേക്കുള്ള മസാല ചതച്ച് വെച്ചതാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു 3-4 അല്ലി ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ. അതും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. മുന്തിരിയൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. മസാല ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ ആക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇട്ട മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 സവാള ഇട്ട് കൊടുക്കാം. സവാള നല്ലതുപോലെ വഴന്ന് വരട്ടെ. സവാള നന്നായിട്ട് വഴന്ന് വരാനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 1 സ്പൂണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് നമ്മൾ ചോറിൽ വെച്ച് ഊറ്റിയപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇടാം. വെജിറ്റബിൾക്കൊക്കെ ഉപ്പ് വേണ്ടി വരും. പക്ഷേ ഈ ഉള്ളി ഒന്ന് വഴന്ന് വരാനുള്ള ഉപ്പ് മാത്രമാണ് ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ളത്. ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമുക്കിതിലേക്ക് നമ്മൾ തൊലി കളഞ്ഞ് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങൊന്ന് വഴറ്റി ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സോയാബീന്, ബീൻസ്, ക്യാരറ്റ് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണത്. കാശ്മീരി ചില്ലിയാണ്. എരിവ് വേണ്ട, പക്ഷെ കളർ വേണം. അതിനാണ് കാശ്മീരി ചില്ലി ഇട്ടിട്ടുള്ളത്. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം.
നന്നായിട്ടൊന്ന് ഇളക്കി ഒരു അരമുറി ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് നന്നായി വേവിക്കണം. നന്നായി വേവിക്കണം എന്ന് പറഞ്ഞാൽ വെന്ത് കുഴഞ്ഞു പോവരുത്. അതിനാണ് അരമുറി ചെറുനാരങ്ങ നീര് നമ്മൾ ഒഴിക്കുന്നത്. വെന്ത് കുഴഞ്ഞു പോവാതിരിക്കാനാണ്. വെജിറ്റബിൾ കഴിക്കാൻ മടിയില്ല കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇതേപോലെ സ്കൂളിലൊക്കെ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് കറികളൊന്നും ആവശ്യമില്ല ഉണ്ടാക്കുകയാണെങ്കിൽ. ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് മസാലയൊക്കെ റെഡി ആയി വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് 2 തക്കാളി ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വേവണം കേട്ടോ. അതുവരെ ഒന്ന് അടച്ച് വെക്കട്ടെ. നമ്മളെ പച്ചക്കറിക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ വേണമെങ്കിൽ ഇടാം, എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും ഇഷ്ടമുള്ളത് ഇടാം കേട്ടോ. ഞാനിങ്ങനെയാണ് കോൺഫ്ലവറിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് കുറുകൽ കിട്ടാനൊന്ന് കലക്കി കൊടുക്കാം. പക്ഷെ ഞാനതൊന്നും ചെയ്യണില്ല, ഇങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത്. മസാല കണ്ടോ, വെജിറ്റബിൾ പുലാവത്തിലെ മസാല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. വെന്ത് കുഴഞ്ഞു പോണ്ട, കുറച്ച് ഗ്രേവിയുണ്ട്. നമ്മൾ ചെയ്യാൻ പോണത് എന്താ അറിയോ, ഈ റൈസ് നമ്മൾ തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. വെന്തിട്ടുണ്ട് ഈ ചോറ്, അതുപോലെ വെന്തതാണ്. 1 കിലോ ബസുമതി അരിയാണത്. ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി റൈസ് കേട്ടോ. നമ്മളാ മസാല ഇതിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ചോറ് ആദ്യം നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. തീയൊന്ന് നന്നായി കുറച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ ചോറ് അടിഭാഗം കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. റൈസ് റെഡി ആയിട്ടോ. വെജിറ്റബിൾ പുലാവാണത്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ ഒക്കെ സെറ്റായതിട്ട് നമുക്കിനി 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അടിപൊളി വെജിറ്റബിൾ പുലാവ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി വെക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി വെജിറ്റബിൾ പുലാവ് റെഡി.